സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ദേവികയാണെങ്കിൽ ഇനി അനീതിയുടെ വിവാഹ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയിട്ട് യാതൊരു കാര്യമില്ല, എന്തെങ്കിലും ഒരു ഉറപ്പെങ്കിലും ഉണ്ടാക്കി വെക്കണം, എക്സാം കഴിഞ്ഞിട്ട് മതി കല്യാണം എന്നാണെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ, എങ്കിലും ഒരു ഡേറ്റൊക്കെ കണ്ടുപിടിച്ചേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് മുരളിയെ വിളിച്ച് കാര്യം അവതരിപ്പിക്കുന്നു. ഇനി അധികം താമസിക്കേണ്ട കാര്യമില്ല, എല്ലാത്തിനും ഒരു നീക്കുപോക്കൊക്കെ ഉണ്ടാക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ മുരളിക്കാണെങ്കിൽ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ട്. കാരണം ശാരികയുടെ പെരുമാറ്റവും അല്ലെങ്കിൽ അവളുടെ ആറ്റിറ്റ്യൂഡും പ്രവൃത്തികളെല്ലാം ഈ വിവാഹത്തിനോട് താല്പര്യമുള്ളതായിട്ട് തോന്നുന്നേയില്ല. പലതവണ ഭാർഗവിക്കും ഗൗരിക്കൊക്കെ സംശയം തോന്നുന്നെങ്കിലും അമ്മയും അതുപോലെ അച്ഛനും ഒക്കെ ഇടപെട്ട് ആ ഒരു ഡൗട്ട് അങ്ങ് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു, അതായത് രാധികയും മാധവനും. എന്നാൽ ഇപ്പം അങ്ങനല്ല. എന്തായാലും അവളുടെ മനസ്സിൽ എന്താ ഉള്ളത്, അല്ലെങ്കിൽ അവൾക്ക് എന്താ തന്നോട് തുറന്നു പറയാനുള്ളേ എന്നുള്ളൊരു കാര്യം അറിയാനായിട്ട് മുരളിയും തീരുമാനിക്കുന്നു. പലതവണ മുരളിയോടും എന്തൊക്കെയോ പറയാൻ വരുന്നത് പോലെ വന്നിട്ടുണ്ടെങ്കിലും കേൾക്കാൻ മുരളി നിന്ന് കൊടുത്തിട്ടില്ല. അങ്ങനെ മുരളിയും ശാരികയും പുറത്തു വെച്ച് മീറ്റ് ചെയ്യുന്നു. അങ്ങനെ കുറേ നാളായിട്ട് മനസ്സിൽ ഒളിപ്പിച്ച ആ രഹസ്യം മുരളിയോട് തുറന്നു പറയുന്നുണ്ട് ശാരിക. തനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ്, ഗൗരിയുടെ സഹോദരനെ കല്യാണം കഴിക്കാൻ തനിക്ക് താല്പര്യമില്ലെന്നൊക്കെ തുറന്നു പറയുമ്പോൾ ആദ്യം എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. അപ്പം മുരളി ചോദിക്കുന്നുണ്ട്, ശാരിക സത്യം തന്നെയാണോ പറയുന്നത്, അതോ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജോലി കിട്ടിയിട്ട് കല്യാണം മതിയെന്ന് പറഞ്ഞ് ഈ വിവാഹം മുടക്കാൻ വേണ്ടിയിട്ട് കള്ളമങ്ങാണം പറയുവാണോ എന്ന് ചോദിക്കുമ്പോൾ ഒരിക്കലും അല്ല മുരളിയേട്ട, എനിക്ക് പഠിക്കാൻ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താണെന്ന് വെച്ചാലും തുറന്നു പറയും, ഇതല്ല, എനിക്കൊരാളെ ഇഷ്ടമാണെന്ന് തുറന്നു പറയുന്ന സമയത്ത് മുരളി ആളെ തിരക്കുന്നു. അപ്പം ആളാരാണെന്ന് നമ്മുടെ ശാരിക പറയാൻ തുടങ്ങുന്നുണ്ട്. എന്തായാലും അത് കാണിക്കുന്നില്ല. ആത്മാർത്ഥ സുഹൃത്തുക്കളാണ് നന്ദൻ്റെയും ദേവികയുടെയും കെവിനും ഇസബല്ലയും. പക്ഷേ കുറേ നാൾക്ക് ശേഷം നന്ദനെ തേടി വന്നിരിക്കുന്നതിൻ്റെ പിന്നിൽ അവരുടെ ബിസിനസ് മൈൻഡ് തന്നെയാണ്. അതായത് കെ നായരുമായിട്ടുള്ള ബിസിനസ്സിന് നമ്മുടെ കെവിനും അതുപോലെ തന്നെ ഇസബല്ലയും കൂട്ടുപങ്കാളികളാണ്. കുറേ നാളായിട്ട് ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുവാണ്. അവിടെ ബിസിനസ്സൊക്കെ മതിയാക്കി നാട്ടിലൊരു ബിസിനസ് സെറ്റപ്പ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞാണ് കെവിൻ നാട്ടിലേക്ക് വന്നത്. ജോലി ഇല്ലാതിരുന്ന നന്ദനെ കൂടെ കൂട്ടിയതും മനസ്സിലെ ചില ഉദ്ദേശങ്ങൾ വെച്ചിട്ട് തന്നെയായിരുന്നു. കോളേജിൽ പഠിച്ചിരുന്നപ്പോൾ ഉറ്റ സുഹൃത്തായ വ്യക്തി തിരക്കി വന്നതും അതുപോലെ തന്നെ ബിസിനസ്സിന് ഒരു പങ്കാളിയായിട്ടൊക്കെ ക്ഷണിക്കുമ്പോൾ മനസ്സിൽ മറ്റ് ദുരുദ്ദേശം കാണുമെന്ന് വിചാരിച്ചിരുന്നില്ല. എന്നാൽ MLA ആയതിനു ശേഷം മുമ്പ് നന്ദൻ ജോലി റിക്വസ്റ്റ് ചെയ്ത കമ്പനിയിൽ നിന്ന് ഓഫർ വന്നപ്പം നമ്മുടെ പ്രഭാവതിക്കായാലും സിദ്ധാർത്ഥനായാലും ആ ഒരു ചതി മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ കെവിൻ്റെയും ഇസബല്ലയുടെയും ചതി അവർക്കും മനസ്സിലാക്കാൻ പറ്റിയില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഋഷി അരുന്ധതി പ്രശ്നം വഷളാകുന്നതും അപ്പം നന്ദൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു അബദ്ധം സംഭവിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഋഷി മരിച്ചു കാണില്ല, ഇവരെല്ലാം കൂടി ചേർന്ന് അവനെ ഒളിപ്പിച്ച് താമസിപ്പിക്കുമായിരിക്കും. എന്തായാലും ഇസബല്ലയ്ക്കും കെവിനും ചില ഉദ്ദേശങ്ങളൊക്കെ നടത്തിയെടുക്കണമല്ലോ ദേവികയും കൊണ്ട്. അതിന് നന്ദൻ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ പറ്റൂ. നന്ദന് പേടിയും അതുപോലെ നന്ദൻ ഒരു കുറ്റം ചെയ്തു രക്ഷിക്കാൻ കൂടെ നടക്കുന്നു എന്നൊക്കെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നന്ദനെയും കൊണ്ട് തന്നെ ആവശ്യങ്ങൾ നിറവേറ്റാനായിരിക്കും ഇവരുടെ ഉദ്ദേശം. അതിനുവേണ്ടി താൽക്കാലികമായിട്ട് ഋഷിയെ ഒളിപ്പിച്ച് താമസിപ്പിക്കുമായിരിക്കും. ഋഷിയോടും കാര്യങ്ങളൊക്കെ പറയുമ്പം എന്തായാലും ചന്ദ്രോത്ത് വീട്ടുകാരെ ദ്രോഹിക്കാൻ കിട്ടുന്ന ഒരു അവസരം പാഴാക്കില്ല. അതിനിടയ്ക്ക് അമ്മയൊന്നും വിളിക്കാണ്ടിരിക്കുന്നതാണ് താൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് നന്ദനോ അല്ലെങ്കിൽ ചന്ദ്രോത്ത് വീട്ടുകാരോ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ട്. എന്തായാലും ഇസബല്ല കെ നായരെ കാണുന്നു. സാറ് വിഷമിക്കേണ്ട, തറക്കല്ല് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ കണ്ടോ, ദേവിക ആ ഒരു പേപ്പേഴ്സിൽ ഒപ്പിടുന്ന കാര്യം ഞാൻ ഏറ്റു എന്നൊക്കെ വാക്ക് പറയുമ്പോൾ ഒരുപാട് പ്രതീക്ഷയോടെ അയാൾ നിൽക്കുന്നുണ്ട്. എങ്ങനെ ഒപ്പിടാനാ മോളെ, എത്രയൊക്കെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടും കാശ് കൊടുത്തിട്ടും ദേവികയാണെങ്കിൽ വഴങ്ങുന്നില്ല. പിന്നെ സിദ്ധാർത്ഥൻ സാറ് മുമ്പ് MLA ആയിരുന്ന സമയത്ത് ഞാൻ ഈ പ്രോജക്റ്റിൻ്റെ ആവശ്യമായിട്ട് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അയാളും അമ്പിലും വില്ലിലും അടുക്കുന്നില്ല. അയാളും വേണമെങ്കിൽ ദേവിക ഒപ്പിടാൻ ശ്രമിച്ചാൽ പോലും തടയും. പിന്നെ പാർട്ടിയിലുള്ള എല്ലാവരും നമുക്ക് അനുകൂലമാണെങ്കിലും ഇവർ രണ്ടും ഇങ്ങനെ മാറി നിൽക്കുന്നതിൻ്റെ പേരിനാണ് ഒന്നും അങ്ങോട്ട് ശരിയാവാത്തേ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇസബല്ല പറയുന്നുണ്ട്, സാറ് വിഷമിക്കേണ്ട, വാക്ക് പറയുന്നത് ഞാനാ, ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നടത്തിയിരിക്കും എന്ന് വാക്ക് കൊടുക്കുന്നു. അതേസമയം നമ്മുടെ ദേവികയോട് നന്ദൻ ചോദിക്കുന്നുണ്ട്, പരിസ്ഥിതി പ്രശ്നവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് വന്നു കഴിഞ്ഞാൽ MLA ഒപ്പിടണം, ആ പ്രോജക്റ്റ് സാങ്ഷൻ ആകണമെങ്കിൽ അല്ലേ? അതെ, ഇപ്പം എന്താ നന്ദൻ അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല, ഞാനൊരു ഡൗട്ട് ചോദിച്ചതാ. എന്തൊക്കെയായാലും കെവിനും അതുപോലെ ഇസബല്ലയും തങ്ങളുടെ ആവശ്യം നന്ദനെ അറിയിക്കുന്നതിനെ തുടർന്ന് നന്ദനും ഈ പ്രോജക്റ്റ് എങ്ങനെയെങ്കിലും ദേവിക ഒപ്പിട്ട് കൊടുത്ത് ശരിയാക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. കാരണം തൻ്റെ ജീവൻ രക്ഷിച്ചത് കെവിനും ഇസബല്ലയും കൂടി ചേർന്നാണ്. ഈ പ്രോജക്റ്റിൻ്റെ ഭവിഷ്യത്ത് എത്ര വലുതാണെന്ന് തൽക്കാലം നന്ദനും അറിയില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ മുൻകൈ എടുത്ത് നിൽക്കുന്നത്.
അതിനെപ്പറ്റിയൊക്കെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നു. അതേസമയം പാർട്ടി പ്രസിഡന്റ് രാധാകൃഷ്ണനാണെങ്കിൽ വീണ്ടും നമ്മുടെ സിദ്ധാർത്ഥനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു. എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഒരു ഗ്രീൻ സിഗ്നൽ കിട്ടിയിട്ടുണ്ടെന്നും ദേവികയുടെ ഒരു ഒപ്പിൻ്റെ മാത്രം പ്രശ്നമാണ്, ദേവികയും കൂടി ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റ് അധികം താമസിക്കാതെ കെ കെ നായർക്ക് ശരിയാക്കാൻ പറ്റും. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല, ഞങ്ങളല്ലേ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ജനങ്ങൾക്ക് ദോഷം വരുന്ന ഈ പ്രൊജക്റ്റ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ താൻ അനുവദിക്കില്ല. അതുമാത്രമല്ല, നീതിയും സത്യബോധവും ഉള്ള ദേവിക ഒരിക്കലും ഇത് അംഗീകരിക്കത്തുമില്ലെന്ന് തീർത്തു പറയുന്നുണ്ട് സിദ്ധാർത്ഥൻ. എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം.